بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. 194 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എടുക്കുന്നത്. പരിഭാഷയിലെ പേജ് 324. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. ഇൻഷാ അല്ലാഹ് 196 വരെയുള്ള വചനങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. 194 മുതൽ 196 വരെ ആയത്തുകൾ ഏകദേശം ഓതുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് വിഷയത്തിലൂടെയാണ് കടന്നുപോയത് എന്ന്, അല്ലേ? ഏതായിരിക്കും? ഹജ്ജ് ഉംറ വിഷയത്തിലൂടെയാണ് കടന്നുപോയത്. കഴിഞ്ഞ ക്ലാസ്സിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഏതിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? ഒരു വിജയത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീന് അത് കൃത്യമായി നടപ്പാക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് യുദ്ധം. അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടാൻ. അതും അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയല്ല. ശത്രുക്കൾ യുദ്ധത്തിന് ഒരുങ്ങുമ്പോഴാണ് ഇസ്ലാമികപരമായിട്ട് യുദ്ധത്തിന് അങ്ങോട്ടേക്ക് പോകുന്നത്. വ്യക്തികളോടല്ല, ഈ മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അത് നിലനിർത്താൻ വേണ്ടി മാത്രം അള്ളാഹ്ക്ക് വേണ്ടിയാണ് യുദ്ധം. എന്നിട്ട് പിന്നെ നമ്മൾ ഹറമുകളിൽ വെച്ച് യുദ്ധം ചെയ്യുന്ന അവസ്ഥ. ഒരിക്കലും ഹറമിൻ്റെ അടുത്ത് വെച്ച് യുദ്ധം ചെയ്ത് പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ്. അവിടെയാണെങ്കിൽ പോലും ശത്രുക്കൾ ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഹറമാണെന്ന് കരുതിയിട്ട് നോക്കി നിൽക്കലല്ല, അതവർ വിട്ടുപോകുന്നത് വരെ അവരോട് തിരിച്ചങ്ങോട്ടും എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. കണിശമായ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്.
വൃദ്ധരെ, സ്ത്രീകളെ, കുട്ടികളെ, മഠത്തിലിരിക്കുന്ന പൂജാരിമാരെ, അതല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നവരെ, വെള്ളത്തെ, വൃക്ഷത്തെ ഇതൊന്നും നശിപ്പിക്കാതെ വരുന്നവരോട് മാത്രം, യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സാധാരണക്കാരോട് പോലും യുദ്ധം ചെയ്യാതെ കണിശമായ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഇസ്ലാമിലെ യുദ്ധം. അത് പവിത്രമാക്കപ്പെട്ട സ്ഥലത്ത് പാടില്ല, എന്നാൽ ഇങ്ങോട്ട് വന്നാൽ അവിടെയും ചെയ്യാം. അതുപോലെയാണ് ഇന്ന് കൽപ്പിച്ച ആയത്ത്, അഷ്ഷഹറുൽ ഹറാമു ബിഷ്ഷഹരിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ്. ഷഹർ മാസം അല്ലേ, അഷ്ഷഹറുൽ ഹറാം പവിത്രമായ മാസം, ബിഷ്ഷഹരിൽ ഹറാം അത് പവിത്രമായ മാസത്തിന് പകരാണ്. പവിത്രമായ മാസങ്ങളുണ്ട്, അറബി മാസങ്ങൾ. അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് അറബിയിൽ? 12 അല്ലേ. സാധാരണ നമ്മൾ 12 എണ്ണുന്നത് പോലെ അറബിയിലും 12. പേടിക്കേണ്ട, ഞാൻ ആരോടും ചോദിക്കൂല അപ്പോൾ ആ 12 ഓർഡറായിട്ട് പറയാൻ അല്ലേ. അത് സാലറി കിട്ടുന്ന അറബി മാസത്തിലാണെങ്കിൽ 25 കറക്റ്റായിട്ട് നമുക്കറിയായിരിക്കും. അറബി മാസമാണെങ്കിൽ ഏത് മാസമായിരിക്കും തുടങ്ങുന്നത്? പിന്നെ ഒന്നൊരാൾ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഏത് മാസം അറബി മാസം തുടങ്ങുന്നത്? മുഹറം മാസം. അവസാനിക്കുന്നത് ഈ ഭാഗം പറഞ്ഞേ ദുൽഹജ്ജ്. റമദാൻ എത്രാമത്തെ മാസമായിരിക്കും? മാഷാ അല്ലാഹ്, വേണ്ടപ്പെട്ടതൊക്കെ കാര്യമായിട്ട് അറിയാം അല്ലേ. ഇതാണ് മുഹറം തുടങ്ങി ദുൽഹജ്ജിലേക്ക് അവസാനിക്കുന്നു. ഇതിൽ 3 തുടർച്ചയായിട്ട് പവിത്രമാക്കപ്പെട്ട മാസം, ഒന്ന് ഒരല്പം വിട്ട് നിന്നിട്ടും പവിത്രമാക്കപ്പെട്ട മാസമാണ്. ഏതാണ് തുടർച്ചയായിട്ട് പവിത്രമാക്കപ്പെട്ട മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഹജ്ജിൻ്റെ മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ ഒക്കെ അല്ലേ. ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾ അത് പോയിത്തീരുന്നത് മുഹറത്തോടു കൂടിയാണ്. അപ്പോൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും വരുമ്പോഴൊന്നും ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത നിലക്ക് അള്ളാഹു ഈ 3 മാസത്തെ പവിത്രമാക്കി. അത് കഴിഞ്ഞ് റമദാനിന് മുമ്പ് ആർക്കെങ്കിലും ഉംറക്കൊക്കെ തോന്നുന്ന ഒരു സമയം, ഈ മാസത്തിലെ ഉംറ ചെയ്യാൻ പാടുള്ളൂ എന്നതല്ല, അതിനൊക്കെ സൗകര്യം കണക്കാക്കിയിട്ട് ഏത് മാസവും പവിത്രമാക്കി? റജബ് മാസവും പവിത്രമാക്കി. ഇതാണ് 4 മാസം. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റ. അള്ളാഹിനടുക്കൽ മാസങ്ങൾ, പിന്നെ ഒരു വർഷത്തിൽ മാസങ്ങൾ 12 അതിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്രമാണ്. ആ 4 റസൂലുള്ളാഹി പഠിപ്പിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഇതാണ് ആ പവിത്രമായ മാസം. നിങ്ങൾ നോക്കിയേ, അതിൽ പോലും റസൂലുള്ളാഹി ജനിച്ചു എന്നതുകൊണ്ട് എന്തിനെ പവിത്രമാക്കിയിട്ടില്ല? റബീഉൽ അവ്വലിനെ പവിത്രമാക്കിയിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ റബീഉൽ അവ്വലായിരുന്നു പവിത്രമായി മാറേണ്ടത്. ഈ ഹിജ്റ വർഷം മുഹറം മുതലാണ് ആരംഭിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഈ ഹിജ്രി കലണ്ടർ വന്നത്. അന്ന് സഹാബികൾക്കിടയിൽ ചർച്ചയുണ്ടായി, ഹിജ്റ വർഷം ഏത് മാസം കൊണ്ട് ആരംഭിക്കണം. സഹാബികൾ പോലും എന്ത് തിരഞ്ഞെടുത്തിട്ടില്ല? റബീഉൽ അവ്വൽ തിരഞ്ഞെടുത്തിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതല്ല, അവിടുന്ന് ജീവിതത്തിൽ നമ്മൾ കാണിച്ചെന്ന മാതൃക അതായിരുന്നു അവർ പിൻപറ്റിയത്. അള്ളാഹുവിൻ്റെ റസൂല് മദീനത്തേക്ക് ഹിജ്റ പോയത് വലിയൊരു കാര്യമായിട്ടെടുത്ത് ആ മാസം മുതൽ അവരെന്ത് ചെയ്യാണ്? എണ്ണുകയാണ്. റസൂലുള്ളാഹിയുടെ ജനനം സന്തോഷമാണ്, എല്ലാ അർത്ഥത്തിലും സന്തോഷമാണ്. പക്ഷെ റസൂലുള്ളാഹി ജനിച്ചു എന്നതുകൊണ്ട് ആ മാസത്തിന് പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ഒരു പ്രത്യേകതയും കണക്കാക്കിയിട്ടില്ല. എന്നും ചെയ്യുന്നത് പോലെ അന്നും ചെയ്തു. നമ്മളെ ആളുകൾ ഒരിക്കലും ചെയ്യാത്തത് അന്ന് ചെയ്യുന്നു. അത് പാടില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയം പവിത്രമായ മാസം, പവിത്രമായ സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇവിടെ അഷ്ഷഹറുൽ ഹറാമു ബിഷ്ഷഹരിൽ ഹറാം, പവിത്രമായ മാസം പവിത്രമായ മാസത്തിന് പകരമാണ്. വൽ ഹുറുമാതു, അതുപോലെ തന്നെ പവിത്രമാണ്, അതല്ലെങ്കിൽ പവിത്രമായതാണ് ഖിസാസുൻ. ഖിസാസ് പ്രതിക്രിയ, ഇങ്ങോട്ട് ചെയ്തതിന് പകരം ചെയ്തതാണ് പ്രതിക്രിയ എന്ന്. പ്രതികാരമല്ല, പ്രതിക്രിയ. ആ നിലക്ക് ചെയ്യുന്നത്. പ്രതിക്രിയയും ആ സമയത്ത് പവിത്രമായ മാസങ്ങളിൽ പ്രതിക്രിയയും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന നൽകുകയാണ്. ആയത്ത് ഡയറക്റ്റ് മീനിങ്ങിൽ അങ്ങനെയില്ല. പവിത്രമായ മാസം പവിത്രമായ മാസത്തിന് പകരമാണ്. വൽഹുറുമാത്തു, പവിത്രമാക്കപ്പെട്ടതാണ്. ഖിസാസ്, പ്രതിക്രിയ എന്ന് വെച്ചാൽ പവിത്രമായ മാസത്തിലും ആ പ്രതിക്രിയ നിങ്ങൾക്ക് ചെയ്യാം. ഉദ്ദേശം പവിത്രമായ സ്ഥലത്ത് കഅബത്തിൻ്റെ അടുത്തോ ഇരു മസ്ജിദുകളുടെ സമീപത്ത് വെച്ചോ, രണ്ടും ഹറമാണല്ലോ, യുദ്ധം ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യാം? അങ്ങോട്ടും യുദ്ധം ചെയ്യാം. ഇതുപോലെ പവിത്രമായ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 മാസത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ 4 മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ 4 മാസത്തിലും ശത്രുക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ
ഇത് പവിത്രമായ മാസമാണ് എന്ന് കരുതിയിട്ട് കയ്യും കെട്ടി നോക്കി നിന്നാൽ ഇസ്ലാമിന് നാശം ഉണ്ടാകും. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് പ്രതിക്രിയ എന്ത് ചെയ്യാം. ഒരു ഇന്ന് വന്ന് തല്ലിയിട്ട് കുറച്ച് ദിവസം പോയിട്ട് ചെയ്യുന്നതിനാണ് പ്രതികാരം എന്നറിയുക. ഇതാ സമയത്ത് സ്പോട്ടിൽ എന്ത് ചെയ്യാണ്, അവരോട് ആ നിയമങ്ങൾ നടപ്പാക്കപ്പെടുകയാണ്. യുദ്ധം ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും യുദ്ധം ചെയ്യാണ്. ഇത് അനുവദിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഫമനി ഇഅ്തദാ അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയമായത്ത് വന്നതാ. ഫമൻ ആരെങ്കിലും ഇഅ്തദാ അലൈക്കും നിങ്ങളോട് അക്രമം കാണിക്കുകയാണ്, നിങ്ങളോട് അക്രമം കാണിക്കുകയാണെങ്കിൽ ഫഅ്തദു അലൈഹി അവരുടെ മേൽ നിങ്ങളും എന്ത് ചെയ്തോ, അതിക്രമം കാണിച്ചോ. ബിമിസ്ലി മഅ്തദാ അലൈക്കും നിങ്ങളോട് അവരെങ്ങനെ അതിക്രമം കാണിച്ചോ അതുപോലെ അങ്ങോട്ട് അതിക്രമം കാണിച്ചു. സൂക്ഷിച്ചിട്ടാണ് അള്ള പദം ഉപയോഗിക്കുന്നത്. നിങ്ങളോട് എങ്ങനെ ചെയ്തോ അതിൽ വിടാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ നിങ്ങളെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അള്ളാഹു യുദ്ധത്തിലാകട്ടെ എവിടെയാകട്ടെ അതിര് കവിയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. എന്തിനും അള്ളാഹു താല നന്മ വേണം, മിതത്വം വേണം. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നന്നായിട്ട് ചെയ്യണം. ഒരാളെ യുദ്ധത്തിൽ കൊലപ്പെടുത്തുകയാണെങ്കിൽ പോലും മാന്യമായിട്ട് ആ കൊലപാതകത്തെ പോലും നിങ്ങൾ നന്നാക്കി ചെയ്യണം, വൃത്തികേടാക്കി ചെയ്യരുത്, അതല്ലെങ്കിൽ മോശപ്പെട്ട നിലക്കാക്കരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫമനി ഇഅ്തദാ അലൈക്കും നിങ്ങളോട് ആരെങ്കിലും അതിരിവിട്ട് പിന്നെ അക്രമം കാണിക്കുകയാണെങ്കിൽ ഫഅ്തദു അലൈഹി നിങ്ങൾ അവരോടും അക്രമം കാണിച്ചോ. ബിമിസ്ലി മ ഇഅ്തദാ അലൈക്കും നിങ്ങളോട് അവരെങ്ങനെയാണോ കാണിച്ചത് അങ്ങനെ. വത്തഖുല്ലാഹ് കണ്ടില്ലേ, അള്ളാഹിൻ്റെ പേടിപ്പിക്കൽ എങ്ങനെ, സൂക്ഷിക്കണേ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. ഇസ്ലാമിൻ്റെ മാർഗത്തിലാന്ന് കരുതിയിട്ട് തോന്നിയതുപോലെ ചെയ്യലല്ല. ഈ സമയത്തും അള്ളാഹിനെ സൂക്ഷിച്ചോ. വഅലമു നിങ്ങൾ അറിഞ്ഞോ അന്നല്ലാഹ മഅൽ മുത്തഖീൻ അള്ളാഹു ആരോടൊപ്പമാണ്, തഖ്വയുള്ളവരോടൊപ്പമാണ് അള്ളാഹു തആല. അള്ളാഹു ഏത് നിലക്കാണ്, അള്ളാഹു ആലം. അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെ അള്ളയുണ്ട്. അള്ളാഹു എല്ലാവരോടൊപ്പമുണ്ട്, തഖ്വയുള്ളവരുടെ കൂടെ അള്ളയുണ്ട്. ആ നിലക്കൊക്കെ അള്ളാഹുവിൻ്റെ പദപ്രയോഗങ്ങൾ കാണാം. അപ്പോഴൊന്നും തെറ്റിദ്ധരിക്കരുത്, അള്ളാഹ് അർശിലാണ് അല്ലേ. അള്ളാഹു അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഭൂമിയിൽ എന്നതല്ല. അത് അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് നമ്മളതിനെ വ്യാഖ്യാനിക്കാനും സിഫത്ത് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മുടെ അറിവിൽ, നമ്മുടെ സൂക്ഷ്മതയിൽ, തഖ്വയിലൊക്കെ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും ഏത് സമയത്തും. ആ നിലക്ക് ഇതിനെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിൽ നമ്മൾ ആണും പെണ്ണും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. പിന്നെ പവിത്രമായ സ്ഥലത്ത് ഒരിക്കലും യുദ്ധം പാടില്ല, ഹറമുകളിൽ വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നത് മാത്രമല്ല, വേട്ടയാടാൻ പാടില്ല, പിന്നെ വേട്ടമൃഗങ്ങളെ തൊടാൻ പാടില്ല, ചെടികൾ നശിപ്പിക്കാൻ പാടില്ല. ഇതൊന്നൊക്കെ പൊതുവെ നിഷിദ്ധമാക്കപ്പെട്ടതാണ്. യുദ്ധവും പാടില്ല. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് എന്ത് ചെയ്യാം. അതുപോലെയാണ് ഈ ആയത്തിൽ എന്ത് പറയുന്നത്, ഹറമിൻ്റെ സ്ഥലം പറഞ്ഞതുപോലെ ഇവിടെ എന്താ പറഞ്ഞത്, സമയങ്ങൾ അല്ലേ, 4 മാസങ്ങൾ. ഏതൊക്കെയായിരുന്നു ആ മാസങ്ങൾ? ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഈ മാസത്തിൽ യുദ്ധം പാടില്ല, നിഷിദ്ധമാക്കപ്പെട്ട ആ നിലക്ക് യുദ്ധം പാടില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇങ്ങോട്ട് വന്ന് ചെയ്യുന്നത് ആ നിലക്ക് അങ്ങോട്ടും ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് തടിക്ക് ബാധിക്കുന്ന ഒരായത്താണ്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹി വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ അല്ലേ. വഅൻഫിഖൂ ഓതുമ്പോൾ വഅൻഫിഖൂ എന്നല്ല ഓതേണ്ടത്, വഅൻഫിഖൂ ഒന്നുകൂടി. ഓക്കെ, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്. വഅൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കണേ, അതാ പറഞ്ഞത്, നമുക്ക് ബാധിക്കുന്നൊരു വിഷയമായത്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണേ. അല്ലേ, ചെലവഴിക്കലുണ്ട് നമ്മുടെ ആൾക്കാർ, പക്ഷെ അള്ളാഹിൻ്റെ മാർഗത്തിലാകൂലെന്നേ ഉള്ളൂ. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണേ, ഇതാണ് ഒന്നാമത് പറഞ്ഞത്. യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയായിരുന്നു സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികപരമായിട്ട് ആ സമയത്ത് നന്നായി ചെലവഴിക്കേണ്ടതുണ്ട്. സഹാബികളിൽ ചിലർക്കൊരു പ്രയാസം നേരിട്ടു. എന്ന് വെച്ചാൽ പിന്നെ ആദ്യ സമയത്തൊക്കെ ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം നൽകിയിട്ട് അവസാനം പിന്നെ ഇസ്ലാമിന് നല്ല കഴിവും സ്വത്തും മുതലുകളൊക്കെ ഇസ്ലാമിനുണ്ടായപ്പോൾ ചില അൻസാരികളിൽപ്പെട്ട സഹാബികൾക്ക് തോന്നി, തെറ്റായി ചിന്തിച്ച് തോന്നിയതല്ല, ഓൾറെഡി ആയല്ലോ, എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി നമ്മൾ പണ്ടത്തെ പോലെ അത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല
ഇതിൽ ചെലവഴിക്കേണ്ടതില്ല, കാരണം ഇസ്ലാമിന് ഓൾറെഡി സമ്പത്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സമയത്തായിരുന്നു ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഹദീസുകൾ ബുഖാരി ഉദ്ധരിക്കുന്ന, അതിൽ പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയുന്നു എന്നത് സൂചിപ്പിക്കുന്നു. പോരാ, വേറെ ആയത്തിൽ കാണാം അല്ലേ, പിന്നെ സഹാബികൾ ഒരുപാട് പ്രയാസപ്പെട്ട് മദീനയിലേക്കൊക്കെ ഹിജ്റ വന്ന് അവർക്ക് ഒരല്പം ബുദ്ധിമുട്ടൊക്കെ നീങ്ങിയപ്പോൾ അവരൊന്ന് മടുത്തു, അതിൽ ഒന്ന് സുഖിക്കാൻ തോന്നുമ്പോഴത്തേക്ക് അള്ളാഹ് വേറെ ആയത്തിറക്കി, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ല അള്ളാഹിലേക്ക് അടുക്കാൻ. ഒരുപാട് ഇസ്ലാമിനോട് ത്യാഗം ചെയ്തിട്ട് മദീനത്തേക്ക് വന്ന് ഒരല്പം റെസ്റ്റ് എടുക്കുന്ന സമയം തോന്നുമ്പോഴത്തേക്ക് അള്ളാഹ് ഇല്ല, സമയമായിട്ടില്ല റെസ്റ്റ് എടുക്കാൻ, അള്ളാഹിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് ഇനിയും നേരായിട്ടില്ല എന്നുള്ള ഇങ്ങനെ ഉത്ബോധനം കൊടുക്കുക. ഇതുപോലെ ഇസ്ലാമിന് വേണ്ടി കുറേ ചിലവഴിച്ചിട്ട് അവർക്ക് തോന്നുകയാണ് ഇനി അത്രയൊന്നും വേണ്ട എന്ന് തോന്നുമ്പോഴത്തേക്ക് അള്ളാഹ് ആയത്തിറക്കി. ഈ തോന്നൽ അവർക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാ തോന്നൽ, നമുക്ക് തുടക്കത്തിലേ ഈ തോന്നലാണ് അല്ലേ. നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരു ആചാര്യ കഥ പറയലുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ കൈ കൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്നെ കെട്ടിയിട്ട് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തോ, കാരണം അത്രയും പൈസയോട് ഇയാൾക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹ് പിന്നെ പണം ചെലവഴിക്കുന്ന എവിടെയും നിങ്ങളെ പൈസ ചെലവഴിക്കണം എന്നുള്ള പറഞ്ഞിട്ടില്ല. വഅൻഫിഖു മിമ്മ റസഖ്നാക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ മതി, നിങ്ങളെ സ്വന്തം പൈസ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചെലവഴിക്കണ്ട. പക്ഷെ നമ്മൾ ഈ പണം എന്ന് പറഞ്ഞാൽ എൻ്റെത് മാത്രം അല്ലേ, 10 റിയാൽ വീണോയാൽ പോലും പിന്നെ ആ നിലക്ക് ബോധം കെട്ടുന്ന ആൾക്കാരുണ്ട്, അത്ര പൈസനെ പൂജിക്കുന്ന ആൾക്കാർ അല്ലേ. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ നമുക്ക് കഴിയൂല, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലേ. ഇപ്പോൾ ഒരു പള്ളി ആയിക്കോട്ടെ മദ്രസ ആയിക്കോട്ടെ, പിന്നെ എന്തൊക്കെ ന്യായം പറയുക സ്വകാര്യം പറയുന്നുണ്ട്, എന്തിനെപ്പോഴും പള്ളി അപ്പുറത്തന്നെ വേറെ പള്ളിയില്ലേ അല്ലേ, അന്ന് അപ്പുറത്തെ വീട്ടിൽ സല്ലാജ് ഉണ്ട്, അതേ സല്ലാജ് ഇപ്പുറം ഇന്നലെ വാങ്ങിയിട്ടുണ്ടാവും, അതിന് തർക്കമില്ല. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാം നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും, എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കും നമുക്ക് 100 ന്യായങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് എപ്പോഴും ശ്രദ്ധിച്ചോ, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നന്നായി ചിലവഴിച്ചോ. ഞാൻ പിരിവൊന്നും പറയാൻ പോകുന്നില്ല കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹിൻ്റെ മാർഗത്തിൽ നന്നായി ചിലവഴിച്ചോ. ഏതെത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ്. അന്ന് തൊണ്ടക്കുഴിയിലെത്തിയാൽ നിങ്ങൾ പറയും ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ, ഇന്നയാൾക്ക് ഇത്ര കൊടുത്തോ, ഇന്നയാൾക്ക് ഇത്ര കൊടുത്തോ. ആചാര്യ ഇങ്ങനെ പറയും, കാക്ക ഇങ്ങനെ പറയും, എന്താ അയാൾക്ക് ഉറപ്പായി എനിക്കിത് ഉപകാരപ്പെടൂല, അതുകൊണ്ട് അവർക്ക് ഇത്ര ഇവർക്ക് ഇത്ര എന്നൊക്കെ പറയും. റസൂലുള്ളാഹി പറയുക, നീ പറയണ്ട, അത് ഓൾറെഡി ആരുടെ മുതലായി കഴിഞ്ഞു, ഓരോ മുതലായി കഴിഞ്ഞു, നീ മരിച്ചു കഴിഞ്ഞില്ലേ, നീ ആ സമയത്ത് നീ ചിലവഴിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതിന് മുമ്പ് നീ ചിലവഴിച്ചോ അല്ലേ. നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ ജുമഅയിലെ ആയത്ത്, പിന്നെ നിങ്ങൾ പിന്നെ സൂറത്തുൽ മുനാഫിഖൂൻ്റെ അവസാനത്തെ ആയത്ത്, അവസാനം മരണത്തിൻ്റെ നേരത്ത് അള്ളാഹു പറയും ഇത്തിരി വൈകി, ഇത്തിരി കൂടി നീട്ടിത്തറ ആയുസ്. എന്തിനാ? നല്ലത് ചെയ്യാം, ദാനം ചെയ്യാം. അള്ളാഹ് കൊടുത്ത കുറേ മുതലുണ്ട്, ഒന്നും ചിലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരോടും സഹോദരികളോടും റസൂലുള്ളാഹി പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞു, നരകത്തിൽ എത്തി നോക്കിയപ്പോൾ കൂടുതലും ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് സ്ത്രീകളെ പരിഹാരം നിങ്ങൾ ധാരാളം എന്ത് ചെയ്തോ, ദാനം ചെയ്തോ. അപ്പം വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ അപ്പുറത്തെ റൂമൊന്ന് മനസ്സിലായി, നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുക തരാതെ അല്ലേ. ബാക്കി എല്ലാത്തിനും അവരടുത്തുണ്ടാവും, പക്ഷേ ദാനം കൊടുക്കുമ്പോൾ മാത്രം നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. എപ്പോഴാണെങ്കിലും ഇവിടുന്നൊക്കെ ഓരോരുത്തർ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, പിന്നെ അങ്ങനെ ഫുള്ളായിട്ടുണ്ടാകും, ഓരോന്നും മേടിച്ച് വെച്ചിട്ട്. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ കൊടുക്കുമ്പോഴോ ആരുടെടുത്തും ഉണ്ടാകില്ല അല്ലേ, ഓരോ നിലക്കും ഉണ്ടാകും. നിങ്ങൾ അങ്ങനെയാണ് എന്നതല്ല. അൽക്കോബാർത്ത് ആൾക്കാർ അൽഹംദുലില്ലാ ഇത്തിരി മെച്ചപ്പെട്ടതാണ്. ഏത് വന്നാലും ചോദിക്കുക. നമ്മൾ ഗൾഫുകാരാണ്, നാട്ടിൽ ഒരുപാട് ആളുകൾ ഡെയിലി ഈ നിലക്ക് സഹായിക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗൾഫുകാർ ചെയ്യില്ല, ഒരിക്കലും ചെയ്യൂല. നാട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ മുങ്ങി നടക്കും. മഹല്ലത്തെ പള്ളിയിൽ പോകാതെ വേറെ മഹല്ലത്തെ പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട് റമദാനിൽ പിരിവ് മേടിച്ചിട്ട് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് പിരിവുകാരുണ്ടാകുകയും ചെയ്യലുണ്ട്. പക്ഷെ രണ്ടും നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങോട്ട് വന്ന് യാചിച്ച് കൊടുക്കാനല്ല, നമ്മൾ കണ്ടറിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കൊടുക്കുക. അള്ളാഹിൻ്റെ ഖുർആനിൽ വേറെ ആയത്തിൽ നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒന്നുണ്ട്, നിങ്ങളൊരിക്കലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ദാനം കൊടുക്കരുത്. അഥവാ നിങ്ങൾ വെറുക്കുന്ന കാര്യം ഇത് അള്ളാഹ് പറയാ, അത് സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ണടക്കും, നിങ്ങൾക്ക് വെറുപ്പാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരാൾ എന്തെങ്കിലും ഒരു കാര്യം തരികയാണ്, അവർക്കിത് ഒരിക്കലും ഉപകാരപ്പെടില്ല, എന്തോ ഭാരം ഒഴിവാക്കുന്ന, വാങ്ങിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങി, വാങ്ങിയാൽ ഈ ഭാരം നമ്മൾ ചുമക്കേണ്ടി വരും. ഇതുപോലെ
ഒരു ദാനം കൊടുത്തിട്ട് വൃത്തിയില്ലാത്തത് മോശപ്പെട്ട് നിങ്ങൾ ആർക്കും കേടായതാർക്കും കൊടുക്കരുത്. അവർക്ക് ഉപകാരപ്പെടുന്ന മാത്രമേ കൊടുക്കേണ്ടത്. ആ നിലയ്ക്ക് ചെയ്യണം. മൂന്നാമത് പറഞ്ഞു, ദാനം കൊടുത്താൽ നിങ്ങൾ സ്വതക്ക ബാത്തിലാക്കരുത് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സ്വതഖാത്തിക്കും ബിൽ മന്നി വൽ അദാ. കൊടുത്തത് എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ദാനം ബാത്തിലാക്കരുത്. പിന്നെ വൽ അദാ, ഉപദ്രവിച്ചിട്ട്. എന്താ ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തവനെ തല്ലിയെന്നല്ല. നമ്മളൊരാൾക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെ കാണുമ്പോൾ ഓൻ പണ്ടെൻ്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചാളാട്ടാ അല്ലേ, അവൻ എൻ്റെ ഈ സമയത്ത് കടമ പിടിച്ചാൽ ഇപ്പോൾ എൻ്റെ പോക്ക് കണ്ടില്ല. എന്തിനാ പറഞ്ഞത്? വെറുതെ പറയുക, സമാധാനം കൊടുക്കൂല അല്ലേ. ഇങ്ങോട്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു നിൻ്റെ പൈസ ഇതാ. ആ നിലയ്ക്ക് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും നമുക്കുള്ള സ്വഭാവം. ആദ്യം ഷെയ്ത്താൻ പറയുന്നത് കൊടുക്കണ്ടെന്നാണ് പറയുക. കൊടുത്തു കഴിഞ്ഞാൽ ഷെയ്ത്താൻ നമ്മളെ സ്വതക്ക ബാത്തിലാക്കുക, എടുത്ത് പറഞ്ഞിട്ടാ. പറഞ്ഞു നമ്മളോട്, അറിയാതെ പറഞ്ഞു അല്ലേ. മൂന്നാമത് അയാളെ പ്രയാസപ്പെടുത്തിയിട്ട് ആണും പെണ്ണൊക്കെ മനസ്സിലാക്കുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ നന്നായിട്ട് കൊടുത്തു. അള്ളാഹ് പറഞ്ഞില്ലേ, ആരുണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ. അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് പൈസ കുടുങ്ങി പോയിട്ടാ. അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തോ, ഇങ്ങോട്ട് വരിക എങ്ങനെയാ? ഇരട്ടിയായിട്ട് അല്ലേ. ഒരു റിയാൽ കൊടുത്താൽ 700 റിയാലായിട്ടാണ് മാറുക. ആ നിലയ്ക്ക് ഖുർആൻ സ്വതക്കയുടെ ഉപദ്രവം അള്ളാഹ് ഇങ്ങനെ ഒരു പിന്നെ ആ നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവരും. ആ സ്വതക്കയെ ദാനം നമ്മൾക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നന്നായി ചിലവഴിക്കുക. ഞാൻ ഒരുപാട് ഉദാഹരണം പറയേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നമ്മൾക്കൊക്കെ അറിയാം, ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് പൈസ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ദീനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴാണ് പേഴ്സ് ഒന്ന് കൈ പുറത്തേക്ക് ഇങ്ങനെ എടുത്താലും ഇങ്ങനെ താത്തുന്നുണ്ടാവും. 10 വിചാരിച്ച് പേഴ്സ് 10 ഉണ്ടാകുകയില്ല അല്ലേ. 100 ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനപ്പുറത്തെ ഉണ്ടാകുക. അതുപോലെ തന്നെ റെസിപ്റ്റൊക്കെ മുറിക്കുമ്പോൾ ചോദിക്കും, മുമ്പത്തൊന്ന് മറിച്ചാൻ ഇപ്പുറത്തൊന്ന് മറിച്ചാൻ. എന്തിനാ? ഓരോന്നും നോക്കി പരിശോധിക്കുക. എന്തിനാ ആവശ്യം? എനിക്കെത്ര കഴിയാതെ കൊടുക്കുക. ആ നിലയ്ക്ക് ആളുകളുണ്ട് അല്ലേ. ഈ നിലയ്ക്ക് അല്ലെങ്കിൽ പിന്നെ പറയുക, നാളെ പറയുക അല്ലേ. ഭർത്താവ് കൊടുക്കുമ്പോൾ ഭാര്യ ഉണ്ടാവും, ഭർത്താവിനെ വിളിക്കുന്നു. വന്നോനും കണ്ടിട്ടുണ്ടാവും ഇത് അല്ലേ. നന്നായിട്ട് തരാൻ വിചാരിച്ചതായിരുന്നു ഭർത്താവ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് പോയ മുഖമല്ല തിരിച്ചു വരുമ്പോൾ കാണുന്നത്. ആ ജാതി പിന്നെ ഉപദേശമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാക്കുക. നമ്മൾ മനസ്സിലാക്കിക്കോ, ഇത് മുടക്കുന്ന സ്ത്രീകൾ, ഇത് മുടക്കുന്ന ആണുങ്ങൾ. ഷെയ്ത്താൻ അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്തും നന്മയും നേരുകയാണെങ്കിൽ ഷെയ്ത്താൻ നിങ്ങൾക്ക് എന്താ നൽകുന്നത്? ദാരിദ്ര്യം. ഷെയ്ത്താനു യഇദുകുമുൽ ഫഖർ. ഷെയ്ത്താൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഇട്ടിരുന്നത് ദാരിദ്ര്യമായിരിക്കും. കൊടുക്കണ്ടട്ടാ അല്ലേ. അത് ഭാര്യേൻ്റെ കൊലത്തിൽ വരും, മക്കളെ കൊലത്തിൽ വരും, നാട്ടുകാരെ കൊലത്തിൽ വരും, കൂട്ടുകാരെ കൊലത്തിൽ വരും, ഒക്കെ വരും. അവർ ദാരിദ്ര്യം ബോധിപ്പിക്കും. മക്കളില്ലേ, പഠിപ്പിക്കണ്ടേ, ഇതാണ് ഫുള്ള് ഇവർക്കുണ്ട് കൊടുക്കുക അല്ലേ. നമ്മൾ ആ നിലക്കാണ് ചിന്തിക്കുന്നത്, ഇതെനിക്ക് അള്ളാഹ് തന്നതാണ്, അതുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ എപ്പോഴും ചിലവഴിച്ചോ. പ്രത്യേകിച്ച് പള്ളി ഉണ്ടാക്കാനായിക്കോട്ടെ, ദീനി സ്ഥാപനങ്ങളായിക്കോട്ടെ, ചിലവഴിക്കുമ്പോൾ പല ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, മരണത്തോടു കൂടി തീരുന്ന നിലക്ക് നമ്മൾ അങ്ങനെയല്ല ദാനം ചെയ്യേണ്ടത്. മരിച്ചാലും ഖിയാമത്ത് വരെ നമുക്ക് ഇവിടെ ഉപകാരം കിട്ടണം, ഖബറിൽ ഉപകാരം കിട്ടണം. ഒരു പള്ളി നിർമ്മിച്ചാൽ കിട്ടും, ഒരു മുസഫ് കൊടുത്താൽ കിട്ടും, ആ നിലയ്ക്ക് ദീനീപരമായ സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ കിട്ടും. ആ നിലക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ചെയ്യണം. ആളെ നോക്കിയിട്ടല്ല. പിന്നെ ഒരുപാട് വലിയ രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കലല്ല. ഏതെങ്കിലും സമ്മേളനത്തിന് വലിയ നെഞ്ചിൻ്റെ അത്ര വലുപ്പമുള്ള ബാഡ്ജ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി കൊടുക്കലല്ല. പഠിച്ചോൻ അല്ല ഇത് കാണുന്നു, അല്ല നിൻ്റെ അടുത്തേക്ക് തന്നത്, ആ നിലയ്ക്ക് കൊടുക്കുക. കൊടുക്കാൻ കഴിവില്ലേ നിനക്ക്? പൈസ ഇല്ലെങ്കിൽ രണ്ടാമത് നിനക്ക് പറ്റും എന്ത്? നീ പറഞ്ഞാൽ ചിലരൊക്കെ പൈസ തരും. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾക്ക് ഒരാളുടെ ഒരു ആവശ്യത്തിന് പോയി നടന്നു കൊടുത്താൽ കുറേ പൈസ സംഘടിപ്പിക്കാൻ പറ്റും. ആണിനും പറ്റും, പെണ്ണിനും പറ്റും. ആ നിലയ്ക്ക് എന്ത് ചെയ്യുക? അതാണ് ഉദ്ദേശിക്കുന്നത്. വഅൻഫിഖു ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണേ. വലാ തുൽഖൂ ബി ഐദീക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഇട്ടേക്കരുത്. ഇലത്തഹ്ലുക, എന്തിലേക്ക്? നാശത്തിലേക്ക് നിങ്ങളെ കൈ എത്തിക്കരുത്. എന്ന് വെച്ചാൽ കൊടുക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ നാശം ഉണ്ടാക്കരുത്. ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പറയല്ലേ. അപ്പോൾ യുദ്ധത്തിന് നിങ്ങൾ പണം കൊടുക്കാതിരുന്നാൽ, അഥവാ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ പണം കൊടുക്കാതിരുന്നാൽ, ശത്രുക്കൾ കഴിവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇസ്ലാമിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ, കൊടുക്കാത്ത നിങ്ങൾക്കും അതെന്ത് ചെയ്യും? ബാധിക്കും. അതുകൊണ്ട് നമ്മളും ഇത് അവർക്ക് മാത്രമുള്ള ആയത്തല്ല, ഇസ്ലാമിന് വേണ്ടി നമ്മൾ ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നമ്മൾ സഹായിക്കുന്നില്ലേ? ഭവിഷ്യത്ത് ഏതെങ്കിലും വിഭാഗം മാത്രം അനുഭവിക്കുകയല്ല ചെയ്യാം, മൊത്തം മുസ്ലിം ഉമ്മയായിരിക്കും എന്ത് ചെയ്യുന്നത്? അനുഭവിക്കേണ്ടി വരുന്നത്.
നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഇന്നെൻ്റെ നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പ്രാർത്ഥനയുടെ സമയം എത്തിയിട്ടുണ്ട്, മാനസിക സഹായം എത്തിയിട്ടുണ്ട്, ശാരീരിക സഹായം എത്തിയിട്ടുണ്ട്. ഏത് നിലക്കാണോ നമ്മൾക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ, ഇസ്ലാമിനെ നിലനിർത്താൻ സാധിക്കുക, ആ സഹായം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അതവരല്ലേ ഇതിവരല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ശത്രു അവരോ ഇവരോ നല്ല നോക്കുക. ശത്രുവിൻ്റെ ലക്ഷ്യം ഇസ്ലാമാണ്, മുസ്ലിമാണ്, ഈ ഉമ്മത്താണ്. ആ നിലക്ക് അവരെന്ത് ചെയ്യും. അതുകൊണ്ട് നാശത്തിലേക്ക് നിങ്ങൾ ഇടരുത്. ഒന്ന് അത്. രണ്ടാമതൊപ്പം മനസ്സിലാക്കുക, പിടിക്കാതെ നമ്മൾ ചെലവഴിക്കാതെ പിടിച്ചു വെച്ചിട്ട് നമ്മളെ കൈ നാശത്തിലേക്ക് ഇടരുത് എന്നതുപോലെ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിലേക്ക് നിങ്ങൾ ചെലവഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യരുത്, നാശത്തിലേക്ക് ഇടരുത്. മനസ്സിലായോ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്, ഒരുത്തൻ പുകവലിക്കാണ്, പൈസ ചെലവഴിച്ചിട്ട് പുകവലിക്കാണ്, ഓൻ എന്തിലേക്കാണ് പോയത്? നാശത്തിലേക്ക് പോയി അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ കള്ളടിക്കുന്നവർ, പെണ്ണടിക്കുന്നവർ, അതുപോലെ തന്നെ ഗാനമേളകൾക്ക്, തോന്നിവാസങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്ന ആളുകൾ. ഒരു റിയാൽ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതിലേക്ക് ചെലവഴിച്ചാൽ അതിന് ദൂർത്ത് എന്ന് ഇസ്ലാം പറയും. ഒരു റിയാൽ പോലും അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതിലേക്ക് ചെലവഴിച്ചാൽ അതിന് വലിയ ദൂർത്ത് എന്നാണ് പറയുക. നമ്മൾ ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല. അത് നമ്മുടെ നാശത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതുപോലെ തന്നെ ഒരു നിലക്കുള്ള സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തരുത് എന്ന് അള്ളാഹ് പറയാണ്. വ അഹ്സിനു, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു തആല നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹു നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇതാണ് ആയത്തിൻ്റെ ഉദ്ദേശം. നന്മയായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ചെലവഴിച്ചിട്ടൊന്നും വല്ലാതെ നാശത്തിലേക്ക് എത്തൂലെന്ന് തോന്നുന്നില്ലേ? പക്ഷെ നമ്മൾ എന്നാലും ശ്രദ്ധിക്കട്ടോ, ഞാൻ ചെലവഴിക്കുന്നത് എനിക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന്. 3 കാര്യമുണ്ട്: അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. ഏതിലാണെന്ന് ഓരോരുത്തരും ആണും പെണ്ണൊക്കെ ചിന്തിച്ചോ. ആവശ്യമാണോ അല്ല അത്യാവശ്യമാണോ? എന്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്? അത്യാവശ്യത്തിനാണ് അല്ലേ? പലപ്പോഴും ഇത് രണ്ടും ഇല്ലാതെ പിന്നെ അനാവശ്യത്തിലേക്ക് എത്തുന്നു. സാധാരണക്കാർ പറയാലോ, ഓഫർ ഉണ്ടാകും, അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ട്രോളി നിറഞ്ഞിട്ടുണ്ടാകും. അവർക്ക് കിട്ടി. 1,00,000 സാധനമുള്ളൊരു കടയിൽ 15 സാധനത്തിനായിരിക്കും ഓഫർ. അതിനാണ് വാരിപ്പിടി. ആരും 15 അല്ല വാങ്ങുക, ആ 15 16 സ്ഥലത്തായിരിക്കും കിടക്കുന്നുണ്ടാക്കുക. അപ്പോഴത്തേക്ക് നമ്മളെത്തി. നമുക്കിങ്ങനെ ലാഭം തരാൻ നമ്മൾ വിചാരിച്ചു, ഞാനും വിചാരിച്ചു, നിങ്ങളും വിചാരിച്ചു, എല്ലാവരും വിചാരിച്ചു പോകുന്നു. പക്ഷേ എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിൽ ഈ തന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും സാലറി കൊടുക്കുകയും ചെയ്യുന്നത്. എങ്ങനെ ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് എത്താം. പണ്ട് പരസ്യം തലച്ചോറിലല്ലായിരുന്നു, ഇപ്പം പരസ്യം എങ്ങോട്ടേക്കാണ് കയറ്റി വിടുന്നത്? തലച്ചോറിലേക്കാണ് കയറ്റി വിടുന്നത്. നമ്മൾ ഓരോന്ന് കാണുന്നില്ലേ അല്ലേ? ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ലോകം. ഇതാണ് ഈ ആയത്ത്. അടുത്ത ആയത്ത് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. വഅതിമ്മു, നിങ്ങൾ പൂർത്തിയാക്ക്. അൽ ഹജ്ജ, ഹജ്ജും, വൽ ഉംറ, ഉംറയും, ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി. ഹജ്ജിനെ പറ്റി ഉംറനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാഹ് കണ്ടീഷൻ വെച്ച് ആർക്ക് വേണ്ടി പൂർത്തിയാക്കാനാ? അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തിയാക്ക്. ഇതൊക്കെ നമുക്ക് എപ്പോഴും നല്ല പാടാണ്. ഈ ഉംറക്കെല്ലാം പോകുമ്പോൾ, ഇനി ഹജ്ജിൻ്റെ ക്യാമ്പിൽ ഡ്യൂട്ടിക്കെല്ലാം പോകുമ്പോൾ സാധാരണ താത്താരൊക്കെ പറയും, എൻ്റെ ദുബൈത്തെ മോനിക്ക് ഭയങ്കര ഒരു നിർബന്ധം, ഞാനൊരു ഹജ്ജ് ചെയ്യാൻ. ദുബൈത്തെ മോൻ്റെ നിർബന്ധം ഒക്കെയായി. അതാണ് ചെയ്യുന്നത്. ഹജ്ജ് ചെയ്യാം, ദുബൈത്തെ മോൻ ആഗ്രഹം പൂർത്തീകരിക്കാം, പക്ഷേ ലക്ഷ്യം തന്നെ എങ്ങനെയാണ്? അങ്ങനെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പിന്നെ നമ്മൾ നാട്ടിൽ ഓരോ പോസ്റ്റിലും ചില അസുഖങ്ങളുടെ പരസ്യത്തിൻ്റെ ബോർഡാണ് കാണൽ അല്ലേ? സാധാരണക്കാർ പറയലുണ്ട്, കണ്ടാ വിചാരിക്കും ഈ അസുഖമാണ് ഈ നാട്ടിൽ ഫുള്ളായിട്ടും. ആകെ 2 ആൾക്കാർ ഉണ്ടാകുക, പക്ഷെ പരസ്യം മുഴുവൻ അതിൻ്റെ ചികിത്സയായിരിക്കും. അതുപോലെ ഇപ്പോൾ ചില വാഴലാര പോസ്റ്ററാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഉംറ സർവീസിൻ്റെ പോസ്റ്റർ എല്ലാ ഗ്രാമത്തിലും എന്തെത്തിയിട്ടുണ്ട്? ഉംറ സർവീസിൻ്റെ പോസ്റ്റർ എത്തിയിട്ടുണ്ട്. എന്നും എല്ലാ താത്താരെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലാണ്. താത്താര മഹറമാരാണ് ഒരാൾക്ക് തന്നെ. ഇന്നയാൾ കള്ള മഹറമുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉംറയ്ക്ക് വരിക. എന്തിനായി താത്ത ഉംറയ്ക്ക് പോകുന്നത് അല്ലേ? എന്തിനാ അവർ ഉംറയ്ക്ക് പോകുന്നത്? അവൾ പോയിട്ടുണ്ട്, അപ്പം എനിക്കും പോകണം. അത് ഒരു അഭിമാന പ്രശ്നമായി മാറി. കച്ചവടക്കാരത് വലിയ ചാൻസാക്കി മാറ്റാനും കഴിഞ്ഞു. ഇപ്പം ഏകദേശം നാടുകളിലൊക്കെ ഉംറ ചെയ്യാത്ത ആളുകൾ കുറവാണ്. പണ്ട് വലിയൊരു സ്വപ്നമായിരുന്നു, ഇന്ന് അത്ര വലിയ സ്വപ്നമൊന്നുമല്ല. അങ്ങനെ വരിക തന്നെ അല്ലേ? കോഴിക്കോട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കാണാം എയർപോർട്ടിൽ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. മക്കത്ത് പോയി കഴിഞ്ഞാൽ കാണാം ഓരോ നാട്ടിലും. ഇതങ്ങനെ ആയിപ്പോയി. പക്ഷെ അവിടെ കണ്ടീഷൻ പോകുന്നത് ഏതാണ്? ലില്ല, അള്ളാഹ്ക്ക് എന്നുള്ളതാണ് കണ്ടീഷൻ പോകുന്നത്. എല്ലാവർക്കും അള്ളാഹു കൂലി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമുക്ക് പേടിയാണ്.
നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം. നിങ്ങൾക്ക് ആ സ്വാധീനം നാട്ടിൽ നിന്ന് ഫോൺ വിളികൾ വരുമ്പോൾ എന്തിനാ ഉംറയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എല്ലാവരും പോയി അല്ലേ, അപ്പുറത്തൊരു പോയി. അതാ നിലക്കല്ല വേണ്ടത്. ഇവിടുന്നാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചില ആൾക്കാരങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ ജിദ്ദയിലേക്ക് സാധനം മേടിക്കാൻ പോകുന്നുണ്ടാവും. സാധനം മേടിക്കാൻ പോകും ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ, പക്ഷേ സാധനമാണ് ലക്ഷ്യം. ആ ഉംറ ബസ് പോയി കഴിഞ്ഞാൽ 80 റിയാലിന് മക്കത്തെത്താം. അതാണ് അവൻ്റെ വിഷയം അല്ലേ. അല്ല, നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് ഇവിടുന്ന് ഒരു ഫ്രീ കിട്ടുന്ന നീത്തപ്പഴത്തിൻ്റെ കാർട്ടൂൺ കൊടുക്കാനുമുണ്ട്, അതിൻ്റെ പേരിൽ അതിനൊരു ഉംറ. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഏത് നിലക്കാണോ സ്വസ്ഥമായിട്ട് എത്തുന്നത് അവരുടെ ഉംറ മാത്രമേ ചെയ്യൂ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഉംറ ചെയ്യലല്ല. ശരിക്കും ഉംറ എത്ര ചെയ്താലും കൂലിയുണ്ട്. ചെയ്യുന്ന ഉംറ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്തിട്ടേ എന്തുള്ളൂ കാര്യമുള്ളൂ. അല്ലെങ്കിൽ മക്കത്ത് വരെ പോയി 4 ദിവസം മെനക്കെട്ടത് മുഴുവനും ബാത്തില്ല. ഓരോരുത്തരും ആലോചിച്ച് നോക്ക് എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് അല്ലേ. ഒന്ന് അങ്ങനെയായിരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിൻ്റെ കൂലി മാത്രം, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും അള്ളാഹ്ക്ക്. ഇവിടുത്തെ ഹജ്ജൊക്കെ ഏകദേശം അങ്ങനെ ആകലുണ്ട്. നാട്ടിലത്തെ ഹജ്ജ് അല്ലേ, ഹജ്ജ് പോയി പറയൽ, ഹജ്ജ് കല്യാണം, പത്രത്തിൽ അരപ്പേജും ഫുൾ പേജും പരസ്യം, ഹജ്ജിൻ്റെ അത്ര തന്നെ ചിലവുള്ള പാർട്ടി, എന്തൊക്കെയാണ് അല്ലേ, ഈ നിലക്കൊക്കെ എത്തിപ്പോകുന്നു. അതൊരു ജാടയിലേക്ക് എത്തി. നമ്മളോ നമ്മുടെ കുടുംബമോ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവിടുന്ന് പോകുമ്പോൾ മാന്യമായിട്ട് നമ്മളങ്ങനെ പോകലുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കൊണ്ടുപോകുന്ന വസ്തുക്കൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലുള്ള ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ ഫുൾ ശുദ്ധമായിരിക്കണം. ഇന്നിൻ്റെ ആൾക്കാർക്ക് അതില്ല. ഫുൾ ശുദ്ധമായിരിക്കണം, എന്നാലും അള്ളാഹ് സ്വീകരിക്കും. ഏത് സമ്പത്തും കൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോയത്, ഏത് സമ്പത്തും കൊണ്ടാണ് ഉംറയ്ക്ക് പോയത്? മോശപ്പെട്ട, പറ്റിച്ച, ചതിച്ച, കളവ് നടത്തിയ പണാണോ? അധ്വാനം വെറുതെ ആയിപ്പോയി. ഏതേ അള്ളാഹ് സ്വീകരിക്കൂ? നല്ലതേ അള്ളാഹ് സ്വീകരിക്കൂ. അതുകൊണ്ട് മാത്രം ഉംറയ്ക്ക് പോയാൽ മതി, അതുകൊണ്ട് മാത്രം ഹജ്ജിന് പോയാൽ മതി. നമ്മൾ വലിയ ചില ആൾക്കാരുടെ ധാരണ എങ്ങനെയാണ്, ഒരു കൊല്ലം ഇങ്ങനെ തെറ്റെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇയർ എൻഡ് കഴിയുമ്പോൾ ഈ പിന്നെ കണക്കൊക്കെ ക്ലോസ് ആക്കുന്നത് പോലെ ഒരു കൊല്ലത്തെ എല്ലാ തെറ്റും ക്ലോസ് ആക്കാൻ ഒരു ഉംറ. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അല്ലേ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഉംറ കഴിഞ്ഞിട്ട് ജോലി 2 തുടരുകയാണ്. കാരണം എല്ലാ പാപവും കഴുകിയിട്ട് പുതിയ തുടങ്ങാമല്ലോ. എന്നിട്ട് അടുത്ത് ഈ നിലക്കൊക്കെ ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. കാരണം ഓൻ പഠിച്ച ഹദീസ് ഇങ്ങനെയാണ്, 2 ഉംറ അതിനിടയിലെ തെറ്റുകൾക്ക് പരിഹാരമാണ്. ഹജ്ജ് അല്ലേ, എന്തിനാ അവസാനത്തേക്ക് ഹജ്ജ് വെക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ അല്ലേ, അതെല്ലാ പാപവും കഴുകാൻ അല്ലേ. ചില ആൾക്കാർ ഇപ്പോൾ ഹജ്ജിന് വരുന്നില്ല, എന്തുകൊണ്ടാ? ഇല്ല ഉസ്താദ്, ഹജ്ജിനൊക്കെ വന്നാൽ പിന്നെ ഫുൾ നന്മ ചെയ്യേണ്ടി വരും. പിന്നെ അവൻ്റെ ധാരണ എങ്ങനെയാണ് അല്ലേ, അവൻ അവസാനത്തേക്ക് നീട്ടിവെക്കുക. പണ്ട് നമ്മുടെ നാട്ടിലെങ്ങനെയാണ്, കഫം പുടവൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക, ഹജ്ജിന് വരിക. കാരണം ആജാതി വയസ്സായിട്ടാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്. ഇപ്പോഴാണ് നമ്മൾ ചെറുപ്പക്കാരെ കാണാൻ തുടങ്ങിയത് ഈ ഹറമിൻ്റെ അടുത്ത്. പണ്ട് ആജാതി വയസ്സന്മാരാണ് വരിക, തിരിച്ചങ്ങ് എത്തുമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് എന്താ നീ ഉംറക്ക് ഹജ്ജിന് പോകാത്തത്? എനിക്ക് മോളെ കല്യാണം കഴിയട്ടെ. മോൾക്ക് എത്ര വയസ്സായി? 9 വയസ്സായിട്ടുണ്ട് അല്ലേ. എനിക്ക് കഴിവില്ല, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, കയ്യിൽ പൈസ ഉണ്ടാവില്ല, സ്വത്തിങ്ങനെ വാരിക്കൂട്ടുക. നിർബന്ധമല്ലേ ഹജ്ജ്? എല്ലാവർക്കും നിർബന്ധമാണ്. എനിക്ക് വിളി കിട്ടിയിട്ടില്ല, ഗവൺമെൻറ് നിറക്ക് കിട്ടിയിട്ടില്ല, നാട്ടുകാരെ ന്യായമാണ്. എന്തിനാ? നിനക്ക് കഴിവുണ്ടോ? പ്രൈവറ്റിൽ ചാൻസ് ഉണ്ട്, നീ ആ പൈസ കൊടുത്ത് അവിടെ പോകണം. ഇങ്ങനെ നിറക്കിട്ട് കാത്തിക്കാനല്ല അല്ല പറഞ്ഞത്. നിനക്ക് കഴിവുണ്ടോ? ഉള്ള കഴിവ് നിനക്ക് പിന്നെ പ്രൈവറ്റായിട്ട് പൈസ കൊടുത്ത് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യണം. നിനക്ക് എപ്പോഴാണോ ഇത് സാധ്യമാകുന്നത് അത് ചെയ്യുക. അതിന് സാധ്യതയില്ല, ഇത്രയും നിൻ്റെ കയ്യിൽ മുതലുള്ളൂ, നീ നറുക്കിന് കാത്തു നിന്നു. ഇത് ഇബ്രാഹിം നബീൻ്റെ വിളി കിട്ടിയിട്ടില്ല, ഇക്കൊല്ലോ ഇബ്രാഹിം നബീൻ്റെ വിളി വന്നില്ല, ഇങ്ങനെ കാത്തു നിൽക്കുക അല്ലേ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടി ശുദ്ധമായ മുതലുകൾ കൊണ്ട്, ശുദ്ധമായ നിയ്യത്തോടുകൂടി, ശുദ്ധമായ യാത്രാ പാതയും അഥവാ തഖ്വയുമായി, ഒരു ചീത്തയോ ഒന്നുമില്ലാതെ ഹജ്ജും ഉംറയും നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. ഇത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഉംറയും ഹജ്ജും ആര് സ്വീകരിക്കുന്നത്? അള്ളാഹ് സ്വീകരിക്കുന്നത്. ഫഇൻ ഉഹ്സിർതും, ഇനി നിങ്ങൾക്ക് മുടക്ക് ബാധിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ബാധിക്കുക, ശത്രുക്കളെ കൊണ്ടോ രോഗങ്ങളെ കൊണ്ടോ വേറെ ഏതെങ്കിലും പിന്നെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നിങ്ങൾക്കൊരു തടസ്സം ബാധിച്ചു, അല്ലെങ്കിൽ ഒരു മുടക്ക്, ഉംറയോ ആ ഹജ്ജിൽ നിങ്ങൾക്ക് പ്രയാസം ബാധിച്ചു എങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി, ഹദിയിൽ നിന്ന് ഫമസ്തൈസർ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായത്, മിനൽ ഹദി, ഹദിയിൽ നിന്ന്. ഹദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബലിമൃഗം. നമ്മൾ ഹജ്ജിൻ്റെ ഹദി എന്ന് കേട്ടിട്ടില്ലേ? ഹദിയ ഇത് ഗിഫ്റ്റ്, അങ്ങനെയല്ല, ഹദിയാണിത്. അഥവാ ബലിമൃഗം, ആട്, മാടൊട്ടകങ്ങൾ. ആടോ ഒട്ടകോ ഹജ്ജിന് അറക്കുന്ന മൃഗത്തിന് എന്താ പറയല് സാധാരണ?
നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഹജ്ജ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ? ഒളുഹിയത്തല്ല, ഹദി എന്നാ പറയുക. ഹദി എന്നാ പറയുന്നത്. നമ്മളത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഡയറക്റ്റ് അറക്കാത്ത കൊണ്ടാണ് ഒക്കെ അടക്കുന്നത് കൊണ്ട് ആ പേരൊന്നും അങ്ങനെ യൂസ് ചെയ്ത് അതിൻ്റെ ആവശ്യം വരത്തില്ല അല്ലേ. ഹദി എന്നാണ് പറയുക. അഥവാ ബലിമിർ ആ ഫഇൻഹ്സിർത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും മുടക്ക് ബാധിക്കുകയാണെങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി, ആ ഹദിയിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമായത് ചെയ്യുക. എന്ന് വെച്ചാൽ ഒട്ടകോ ആടോ എന്തർത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനിയോ വല തഹ്ലിഖു റുഊസക്കും, വല തഹ്ലിഖു നിങ്ങൾ പിന്നെ കളയരുത്, റുഊസക്കും നിങ്ങളുടെ തല, അഥവാ തല മുണ്ടനം ചെയ്യരുത്. ഹല്ലാക്ക് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹല്ലാക്ക് എന്താ പറയുക? ബാർബർ ഷോപ്പിനല്ലേ. ആ മുടി വടിച്ച് കളയരുത്, അല്ലെങ്കിൽ മുടി വെട്ടിക്കളയരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വല തഹ്ലിഖു റുഊസക്കും നിങ്ങളുടെ തലമുണ്ടനം ചെയ്യരുത്. ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, ഹത്താ യബ്ലുഗ എത്തുന്നത് വരെ, അൽ ഹദി ബലിമൃഗം, മഹില്ല അതിൻ്റെ സ്ഥാനം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഇത്തിരി ഒന്ന് ടഫുള്ള ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. അള്ളാഹ് പറയാണ് ബലിമൃഗം അതിൻ്റെ സ്ഥാനത്തെത്തുന്നത് വരെ നിങ്ങളുടെ തല നിങ്ങൾ മുണ്ടനം ചെയ്യരുത്. ഹജ്ജ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഒന്ന് ഇഫ്രാദാണ്, ഹജ്ജിന് വേണ്ടി മാത്രം നിയ്യത്താക്കിയിട്ട് പോകുക. മീക്കാത്തിൽ നിന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയും. ഇപ്പോൾ മക്കത്ത് നിന്ന് ഒരാളെ ഹജ്ജ് ചെയ്യുമ്പോൾ അവരൊക്കെ ഇഫ്രാദായിട്ട് ചെയ്യുക. പിന്നെ ഹജ്ജിൻ്റെ രണ്ടാമത്തെ രീതിയാണ് ഖിറാൻ, കൂട്ടിച്ചേർക്കുക എന്നതാണ് അർത്ഥം. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഫർദ്, ഒറ്റയ്ക്ക് ഹജ്ജ് മാത്രം ചെയ്യുക. രണ്ടാമത്തേത് ഖിറാൻ, കൂട്ടിച്ചേർക്കുക. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസത്തിൽ പിന്നെ ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് നിയത്തെടുക്കുക. അഥവാ മീക്കാത്ത് നിന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാഹനപ്പുറത്തുനിന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ വഹജ്ജൻ എന്നൊന്നിച്ച് പറയുക. അത് ബലിമൃഗം കൂടെയുള്ള ആളുകൾ ഖിറാനാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഹജ്ജ് എന്തായിരുന്നു? ഖിറാന. കാരണം അള്ളാഹുവിൻ്റെ റസൂല് അറുക്കുന്ന ബലിമൃഗത്തെ കൂടെ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്തത്? ഹജ്ജ് ചെയ്തത്. അത് ഖിറാൻ. അത് പിന്നെ മക്കയുടെ പുറത്തുള്ള ആളുകൾ മക്കയിലേക്ക് ഹജ്ജിൻ്റെ മാസത്തിൽ ഇങ്ങനെ വരും. ഇപ്പോൾ ദുൽഖഅദയിൽ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്നുണ്ടല്ലോ, അവരാ ദുൽഖഅദയിൽ മീക്കാത്തിലെത്തിയിട്ട് ഉംറത്തൻ വഹജ്ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ ദുൽഖഅദ തൊട്ടിട്ട് ദുൽഹജ്ജ് 13 വരെ സെയിം ഡ്രസ്സിൽ എന്ത് ചെയ്യണം? നിൽക്കണം. അതാണ് ഖിറാൻ. രണ്ടും ഒന്നിച്ച്. മൂന്നാമത്തേതാണ് ഏത്? തമത്തു. റസൂലുള്ള പ്രോത്സാഹിപ്പിച്ച, സഹാബികൾക്ക് നിർദ്ദേശം കൊടുത്ത തമത്തു എന്ന് പറഞ്ഞാൽ സുഖം എടുക്കുക എന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ മാസത്തിൽ ആദ്യം ഉംറ ചെയ്യുക, എന്നിട്ട് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ദുൽഖഅദയിൽ ഒരാൾ നാട്ടിൽ നിന്ന് വന്നു, നാട്ടിലത്തെ ഒരാൾ ദുൽഖഅദയിൽ പിന്നെ മക്കത്ത് വന്നു, അയാൾ പിന്നെ യലംലം എന്നതാണ് മീഖാത്ത്. ഫ്ലൈറ്റിൽ നിന്ന് അവർ പിന്നെ ഇഹ്റാം ചെയ്തു, ഉംറക്കാണ് നിയ്യത്ത്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ. മക്കത്ത് വന്ന് ഉംറ കഴിഞ്ഞാൽ ഫ്രീ ആയി, തലമുണ്ടനം ചെയ്താൽ സാധാ ഡ്രസ്സ് ഇടാം. പിന്നെ അവർ ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8-ന്. മക്കക്കാരൊക്കെ ഇഹ്റാം ചെയ്യുന്നത് പോലെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയും. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഒരു സാധാരണ രീതിയിൽ സുഖം എടുക്കലാണ്. അതിനാണ് എന്ത് പറയുന്നത്? തമത്തു. ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ഖിറാൻ അഥവാ വല തഹ്ലിഖു റുഊസക്കും നിങ്ങളുടെ തല നിങ്ങൾ വടിച്ചു കളയരുത്. ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല ബലിമൃഗം അതിൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ, അഥവാ ബലിമൃഗത്തെ ആ സ്ഥാനത്തിലേക്ക് എത്തിയിട്ട് അതിനെ അറുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഖിറാനുകാർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മുടി വടിക്കാൻ പാടുള്ളൂ. ഖിറാനുകാർ ബലി അറുത്തിട്ടേ മുടി വടിക്കാനോ മുടി വെട്ടാനോ പാടുള്ളൂ. എന്നാൽ തമത്തുകാർക്ക് നിങ്ങൾക്കറിയാം, അതിന് ഷോർട്ടായിട്ട് റൻഹത്ത് എന്ന് പറയും. ആദ്യം റമ്മി ബലി പെരുന്നാളിൻ്റെ ജംറത്തുൽ അഖബയിൽ എറിയും. ഹജ്ജ് അങ്ങനെയാണല്ലോ. ചുരുക്കത്തിൽ ഹജ്ജ് ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യുക മിനയിൽ. ദുൽഹജ്ജ് 9-ന് രാവിലെ അറഫയിലേക്ക് പോകും. മഗ്രിബിന് സമയമാകുമ്പോൾ അറഫയിൽ നിന്ന് തിരിച്ചു വരും മുസ്ദലിഫയിലേക്ക്. മുസ്ദലിഫയിൽ വെച്ചിട്ട് മഗ്രിബും ഇശാവും ജമ്മു കസറായി നിസ്കരിച്ച് അന്ന് അവിടെ കിടന്നുറങ്ങും. പിന്നെ ദുൽഹജ്ജ് 10 ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം, അന്ന് എല്ലാ ഹാജിമാരും ജംറത്തുൽ അഖബയിലേക്ക് പോയിട്ട് കല്ലെറിയും. ആദ്യം റംല്, എന്നിട്ട് പിന്നെ ഹൽക്ക് അഥവാ നെഹർ, പിന്നെ ബലിയറുക്കും, എന്നിട്ട് മുടി വടിക്കും, എന്നിട്ട് കഅബത്ത് പോയി തവാഫ് ചെയ്യും. ഈ 4 കർമ്മങ്ങളാണ് ബലി പെരുന്നാളിൻ്റെ അന്നുള്ളത്. തമത്തുകാർക്കും അല്ല എല്ലാ ഹാജിമാർക്കും.
ഖിറാനുകാർ മുടി വടിക്കാതെ അല്ലെങ്കിൽ അറുക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മുടി വടിക്കാൻ പാടില്ല. എന്നാൽ തമത്തുകാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞിട്ട് ഒന്നുകിൽ ആദ്യം അറുക്കാം, അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, മുടി വടിക്കുക. ശരിക്കും അതിൻ്റെ ഓർഡർ എങ്ങനെയായിരുന്നു? ആദ്യം എറിയുക, പിന്നെ അറുക്കുക, പിന്നെ അതുപോലെ തന്നെ മുടി വടിക്കുക, പിന്നെ തവാഫ്. എന്നാൽ റസൂൽ ഹദീസിൽ വന്നിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിച്ചു പിന്തിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫലാ ഹറജ്, അവർക്ക് എന്തില്ല, ഒരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? മനസ്സിലായോ? ബാക്കി ഹജ്ജിന് പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി തരാം അല്ലേ. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. 3 രീതിയിലുള്ള ഹജ്ജും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ നിലക്ക് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത് ഏതായിരുന്നു? ഖിറാൻ അല്ലേ, രണ്ടും ഒന്നിച്ചുള്ളത്. അവിടെ നിന്ന് എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദുൽഹജ്ജ് പിന്നെ ഹിജറ വർഷം 9 അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ സഹാബികൾ പോയിട്ട് ഹജ്ജ് ചെയ്തത്. ഹിജറ വർഷം 10 ആര് ഹജ്ജ് ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത്. എത്ര ഉംറ ചെയ്തിട്ടുണ്ട്? 3. മക്ക ജീവിതത്തിൽ എത്ര എന്നുള്ള കണക്കുകളില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ മദീനത്തേക്ക് വന്നതിന് ശേഷം 4 ഉംറക്ക് പോയി. 1 ഹിജറ 6-ാം കൊല്ലത്തിൽ പോയി. പക്ഷേ ഹുദൈബിയയിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തു? സമ്മതിച്ചില്ല. അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തു? അറുത്തു തിരിച്ചു പോന്നു. പിന്നെ അടുത്ത വർഷം 7-ാം കൊല്ലം പോയി സന്ധി അടിസ്ഥാനത്തിൽ, അപ്പുറം ഉംറ ചെയ്തു. അതുപോലെ തന്നെ 8-ാം കൊല്ലത്ത് പോയിട്ടുണ്ട്. പിന്നെ 10-ാം കൊല്ലം ഹജ്ജ് ചെയ്യുമ്പോൾ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അതിന് ശേഷം ഉംറ ആ നിലക്ക് നിർവഹിച്ചിട്ടുമുണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഈ നിലക്കാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത്. അഥവാ ഈ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ തലമുണ്ടനം ചെയ്യുക പാടില്ല തന്നെ, ഏത് വരെ? ബലിമൃഗത്തെ അതിൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ. അവിടെ പഠിച്ചു വെച്ചോ, ബലിമൃഗം ഹറമിലെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അറക്കാൻ പാടുള്ളൂ. വഴിക്ക് വെച്ച് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അറക്കാൻ പാടില്ല. അത് നിബന്ധനയാണ്. നമ്മൾ അറക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്, ആ ബൗണ്ടറീൻ്റെ ഉള്ളിൽ നിന്നാണ്. എന്നാൽ ഹുദൈബിയയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയും സഹാബികളും ഹിജറ 6-ാം കൊല്ലത്തിൽ അറുത്തിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാണ്? ശത്രുക്കൾ തടഞ്ഞു വെച്ചത് കൊണ്ടാണ് ഒരഭിപ്രായം. 2, അതും ഹറമിൽപ്പെട്ടതാണ് എന്ന് അഭിപ്രായമുണ്ട്. 2 നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? അങ്ങനെ അറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിബന്ധനയാണ്, അവിടെ വെച്ചിട്ട് തന്നെ അറക്കണം. ഇനി ഫമൻ കാന മിൻകും മരീള, ഇത് അത്ര ഒരു കഥകളല്ല കേട്ടോ, ഒരു പഠിക്കേണ്ട കർമ്മങ്ങളാണ്. ഫമൻ കാന മിൻകും മരീള, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമായി, ഔ ബിഹി അദമ്മിർ റഅ്സിഹി, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായി. ഖിറാനുകാർ മക്കത്തെത്താതെ മുടി വടിക്കാൻ പാടില്ല, അറുക്കാതെ അല്ലേ. എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമോ തലയിൽ മുടി വടിച്ചിട്ടില്ലെങ്കിൽ, അതിന് മുമ്പ് തന്നെ മുടി എടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫിദിയ, അവന് ഫിദിയ. ഹദി മാറിയിട്ട് ഇവിടെ എന്തായി? ഫിദിയായി. നിങ്ങൾക്ക് അജിൻ്റെ അവസരത്തിലൊക്കെ പരസ്യം കാണാം, ഹദി നിങ്ങൾ ആ ദാനാണ്, ഫിദിയ പ്രായശ്ചിത്താണ്. ഫിദിയത്തുൻ, അവൻ്റെ പ്രായശ്ചിത്തം മിൻ സുയാം, നോമ്പാണ്, ഔ സ്വദഖ, അല്ലെങ്കിൽ ദാനമാണ്, ഔ നുസ്ക്, അല്ലെങ്കിൽ അറവാണ്. അറവിന് വേറെ പദം ഇപ്പം എന്താ വന്നത്? നുസ്ക് അല്ലേ, നുസ്കാണ്. അഥവാ 3 ഫിദിയ. അവിടെ എത്തുന്നതിന് മുമ്പ് ആരെങ്കിലും മുടിയെടുത്താൽ ഒന്നുകിൽ നോമ്പ്, അല്ലെങ്കിൽ ദാനം, അല്ലെങ്കിൽ അറവ്. എത്രയാണ് നോമ്പ് എന്നതിൽ ആയത്തിലില്ല. നോമ്പ് എത്ര ദിവസമാണ്? 3 ദിവസം. അതുപോലെ തന്നെ എത്രയാണ് ദാനം? 6 സാധുക്കൾക്ക് എന്ത് ചെയ്യുക? ആ നിലക്ക് ഒരൽപ്പം അളവ് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ഔ നുസ്ക്, അറവ്, ഒട്ടകത്തെയോ ആടിനെയോ എന്താണോ കഴിയുന്നത് അത് അറക്കുകയും ചെയ്യുക. ഖിറാനുകാർക്ക് എന്ത് ചെയ്യാം? മുടി എടുക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ബലിമൃഗത്തെ കൊണ്ടുപോകുന്ന ആളുകൾ ഖിറാന ചെയ്യുക, അവർ മുടി അറുത്തിട്ടേ മുടി വടിക്കാൻ പാടും. എന്നാൽ ഒരാൾക്ക് രോഗമുണ്ട്, അയാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മുടി എടുക്കേണ്ടി വരും. റസൂൽ അങ്ങനെ ഇളവ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ളത് ഞാൻ അറിയില്ലായിരുന്നു, നിനക്ക് അറക്കാൻ എന്തെങ്കിലും നീ അത് അറുത്തേച്ചേക്ക്, നിൻ്റെ മുടി നീ എടുത്തോ. റസൂൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ ഫിദിയ കൊടുത്തിട്ട് ആ ഫിദിയ കൊടുത്തേക്ക്, നിൻ്റെ ഈ വിഷയം നീ ഒഴിവാക്കിയ. സഹാബിക്ക് പേനിൻ്റെ ശല്യ, ആ നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ അറക്കാനാണ് എന്ത് ചെയ്ത് പറയുക. നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. മുടിയെടുക്കാതിരിക്കുക നമ്മൾ ചെയ്യുക. മറ്റവരൊക്കെ അല്ലെ എന്താണ് മുടിയെടുക്കാതെ, അത് ഉസ്താദിനെ അറിയാനിട്ടുണ്ടാവും. മുടി പഠിച്ചാൽ ഞാൻ കുറേ പ്രശ്നമുണ്ട്. ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ നേരെ തിരിച്ചാ പറയല്ലേ. ഈ നിലക്കാണ് ആയത്തുകളിൽ വന്നത്. ഇനി അടുത്തൊരു വിഷയം പറയാണ്. ഫഇദാ അമിൻതും, നിങ്ങൾ ഓക്കെ അല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? അല്ലേ നിർത്തണോ? ഡൗട്ടുണ്ടോ? ആ
ആ ആ മുടക്ക് വന്നതുകൊണ്ടാണ് ചെയ്തത്. തീർച്ചയായും ഹുദൈബിയയിൽ വന്നിട്ട് റസൂല ചെയ്തത് പിന്നെ അവിടെ തടസ്സം വന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യ നിങ്ങളാദ്യം മുട്ടടിച്ച് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യാണ്. രണ്ടഭിപ്രായം ഞാൻ പറഞ്ഞു. ഹുദൈബിയയും ബൗണ്ടറിൻ്റെ ഉള്ളിലാണ് എന്ന് പോലും അഭിപ്രായമുണ്ട്. ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും മുടക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അറക്കുക. ഇല്ലെങ്കിൽ ബലിമൃഗം എവിടെ തന്നെ എത്തണം, ഹറമിലേക്ക് തന്നെ എത്തണം. നമ്മളെ മനസ്സിൽ നമ്മളിങ്ങനെ മക്കത്ത ഉണ്ടാകും ഈ സമയത്ത് അല്ലേ, പോയവരും പോകാത്തവരും ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്ത്. ഞാനെന്തായിരുന്നാലും ആ ഭാഗത്താണുള്ളത്. ആ നിലക്ക് പഠിച്ചു. ഇനി നമ്മളൊക്കെ ചെയ്യുന്ന ഹജ്ജിനെ പറ്റി പറയാണ്. ഫഇദാ അമിൻതും, നിങ്ങൾ നിർഭയത്വത്തിലായാൽ, അമിന നിർഭയം ഉണ്ടാക്കുക. എന്നിട്ട് ഫമൻ തമത്ത, ആരെങ്കിലും സുഖം എടുത്താൽ. ഒരു ഹജ്ജിൻ്റെ പേര് മൂന്നാമത്തെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു, തമത്തു. ഒരു സുഖം എടുക്കുക, ഒരു സുഖം തന്നെയാണ് അല്ലേ. പോവുക, ഉംറ ചെയ്യുക, ഫ്രീ ആകുക, പിന്നെ ഹജ്ജിനെ നോക്കിയാൽ പോരെ. അതുവരെ സാധാരണയല്ലേ പർച്ചേസ് തന്നെ. അങ്ങോട്ട് പോകുമ്പോൾ മുസല്ല, ഇങ്ങോട്ട് വരുമ്പോൾ മാല, ഓരോന്ന് പർച്ചേസിന് ഇങ്ങനെ കാണുന്നില്ല ആൾക്കാർ അല്ലേ. അതാണ് സുഖം അനുഭവിക്കുക. ഫമൻ തമത്ത ബിൽ ഉംറ, ആരെങ്കിലും ഉംറ കൊണ്ട് സുഖം എടുത്തു, ഇലൽ ഹജ്ജ്, എങ്ങോട്ടേക്ക്, ഹജ്ജിലേക്ക്. എങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി, ഹദിയിൽ നിന്നത് സൗകര്യമായതോൻ ചെയ്യട്ടെ. ഈ സുഖം എടുക്കുന്നതിന് പകരം ഓൻ ബലിപെരുന്നാളിൻ്റെ അന്ന് എന്ത് കൊടുത്താൽ മതി, ഒരു ഹദി, അതോ നമ്മൾ ചെയ്യുന്ന അറവില്ലേ, ആ അറവ് ചെയ്താൽ മതി. ഫമല്ലം യജിദ്, ഇനി ഒരാളെടുത്ത് അതില്ല, ഓൻ തമത്തുവായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു, അറവിന് പൈസയില്ല, എങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാം, അവനെന്ത് ചെയ്യണം, 3 ദിവസം നോമ്പെടുക്കണം. ഫിൽ ഹജ്ജി, ഹജ്ജിൻ്റെ മാസത്തിൽ. അഥവാ പിന്നെ പരിഭാഷയിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് 10 എന്നാ കാണാം. പക്ഷേ ഹദീസിൽ അത് പരിഭാഷ തെറ്റിയതല്ല, ഈ ആയത്തിൻ്റെ ഡയറക്റ്റ് ഉദ്ദേശം അവിടെ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഹദീസുകൾ വേറെ വിശദീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അയ്യാമു തശ്രീഖിൻ്റെ ആർക്കും നോമ്പെടുക്കാൻ പാടില്ല. ബലിപെരുന്നാൾ കഴിഞ്ഞാൽ ദുൽഹജ്ജ് 11, 12, 13 ആർക്കും നോമ്പെടുക്കാൻ പാടില്ല. തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്. ആർക്ക് മാത്രമേ നോമ്പെടുക്കാൻ പറ്റൂ, ഈ പിന്നെ മുത്തമത്തിയായിട്ട് ഹജ്ജ് ചെയ്യുകയും ചെയ്തു, അയാൾക്ക് അറക്കാൻ പിന്നെ പൈസയില്ല, അത് അറുത്തിട്ടില്ല, എങ്കിൽ അവർക്കന്ന് എന്ത് ചെയ്യുക, നോമ്പെടുക്കാം. അത് പ്രത്യേകം വന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 13 അവരെന്ത് ചെയ്യാം, അറുത്ത് തീർക്കണം, അല്ല നോമ്പെടുത്ത് തീർക്കണം. ഫസുയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ 3 ദിവസം നോമ്പെടുക്കണം. വസബ്അത്തിൻ ഇദാ റജഅതും, വസബ്അ 7 നോമ്പുണ്ട്, ഇദാ റജഅതും നിങ്ങൾ മടങ്ങിയാൽ. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഒരു ഫിദിയ, 10 3 ഹജ്ജിലും 7 നാട്ടിൽ പോയിട്ടും ഇവർ ചെയ്യണം. ആർക്കാണിത്, ആർക്കാണ്, തമത്ത് പോയിട്ട് അർക്കാത്ത ആൾക്കാർ അല്ലേ. മാഷാ. എന്നിട്ട് ദാലിക തിൽക അശറത്തുൻ കാമില, അങ്ങനെ 10 പൂർത്തിയായി. ദാലിക അത് ലിമൻ ലം യകുൻ അഹ്ലുഹു ഹാദിരി അൽ മസ്ജിദിൽ ഹറാം. ദാലിക അതാർക്കുള്ളതാണ്, ലിമൻ ലം യകുൻ അഹ്ലു കുടുംബം ഇല്ലാത്തവർക്ക്, ഹാദിരി അൽ മസ്ജിദിൽ ഹറാം അഥവാ മക്കത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്ത് കുടുംബം ഇല്ലാത്ത ആളുകൾക്ക്, ദൂരദിക്കിൽ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളല്ലേ, അവരെന്ത് ചെയ്യുക, അവർ ആ നിലക്ക് പിന്നെ 3 മക്കത്ത് വെച്ചിട്ടും 7 നാട്ടിൽ വെച്ചിട്ടും ചെയ്യണം. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. വഅലമു, നിങ്ങൾ അറിഞ്ഞോ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതൊരു താക്കീത, വലിയ ഗൗരവമുള്ള വിഷയമാണ് പറഞ്ഞത്, പക്ഷേ ചെറുതായിട്ടാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇളവുകളുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. ഈ ഹജ്ജിൽ എവിടെയെങ്കിലും നമ്മളെ പ്രയാസപ്പെടുന്ന രീതിയിൽ ഒരു ഹജ്ജുണ്ടോ, ഇല്ല. ഒക്കെ നമ്മൾക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. ബേസിക് ഈ ആയത്ത് തുടങ്ങുന്നത് അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി. ആയത്ത് അവസാനിക്കുന്നത് ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അല്ലാഹു തആല അന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അള്ളാഹ് എങ്ങനെയാണ് ശിക്ഷിക്കുക, കഠിനമായിട്ട് ശിക്ഷിക്കുക. നമ്മളെപ്പോഴും അത് ശ്രദ്ധിച്ചു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമ, 2 ഉംറകൾ
ഇടയ്ക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്താണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു സ്വീകാര്യയോഗ്യമായ ഹജ്ജ്, പാപങ്ങളൊന്നുമില്ലാതെ തോന്നിയാസങ്ങളൊന്നും കലരാത്ത ഹജ്ജ്, സ്വർഗ്ഗമല്ലാത്തൊരു കൂലിയുമില്ല. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ 10-20 കൊല്ലം സൗദി അറേബ്യയിൽ ജീവിച്ചിട്ടും കഴിവുണ്ടായിട്ടും നമ്മൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോരുത്തരും ശ്രദ്ധിച്ചോ, ചെറുപ്പക്കാർ പ്രത്യേകം. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ചെറുപ്പക്കാരന് ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഓരോന്നോരോന്ന് മാറ്റി വെക്കുന്നില്ലേ? നമ്മൾ വിചാരിക്കുന്ന തടസ്സങ്ങളുണ്ട്, അത് മാറ്റിത്തരേണ്ടവനാരാ? അള്ളാഹ്. കയ്യിൽ പണമുണ്ട്, ആരോഗ്യമുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, അല്ലേ? കുറക്കട്ടെ, സൗദി അറേബ്യ വെട്ടിക്കുറച്ച കോട്ടൊക്കെ നികത്തട്ടെ. അപ്പോൾ എന്തായിരുന്നാലും 7000-3500 തന്നെ വരും. കാത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കൽ തന്നെ ഉണ്ടാവും, അല്ലേ? നമുക്ക് കഴിയൂല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്നത് പോലെ ഒരിക്കലും ആരോഗ്യമില്ലാത്ത സമയത്ത് ചെയ്യൂല. നടക്കാൻ പറ്റൂല, ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു എങ്കിൽ ഞാൻ ഒരു ഹജ്ജ് ചെയ്ത ആളാണ് എന്നൊരു ബോധം നമ്മൾക്കുണ്ടാകും, നന്നാകാൻ പറ്റും. ഒരു ഹജ്ജ് നിർബന്ധമാണ്. ഉംറ നിർബന്ധമാണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിർബന്ധ അല്ല എന്നതിലേക്കാണ് സൂചനകൾ. എന്നാൽ ശക്തമായ പ്രോത്സാഹനമാണ് റസൂൽ നൽകിയത്. ഒരു ഉംറ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട്, പാപങ്ങൾക്ക് കഴുകാനും എല്ലാം. നമുക്ക് ഈ നാട്ടിലത്തെ ഭാഗ്യം തന്നെ അതാ. ഒരുപാട് ഉംറ നിങ്ങൾ താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഉംറയും ഹജ്ജും ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്തോ, കഴിയുന്നത്ര ചെയ്തോ. ഇവിടെ നിയമങ്ങൾ പാലിക്കണം, അതൊക്കെ പാലിച്ചിട്ട് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വേറെ ആളെ, നിങ്ങൾക്ക് ഒരു ഉംറ ഒരാൾക്ക് സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞേച്ചു, അല്ലേ? എങ്ങനെയെങ്കിലും നമ്മൾ അള്ളാഹിൻ്റെ കഅബത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ തെറ്റുകൾ പൊറുക്കാനും കഴുകാനും കഴിയണം. നമ്മുടെ ഹജ്ജ് അത് ചെയ്യാത്ത ആളുകൾക്ക് ഞാൻ ആ നിലക്ക് പറയാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ഒരാൾക്ക് കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ വമാഹും ബി മുഅ്മിൻ, അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിൻ തന്നെയല്ല. കാരണം ഹജ്ജിൻ്റെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ മനിസ്തതഅലൈക്കും സബീല, അതിലേക്ക് മാർഗങ്ങളെത്തിയാൽ, സാധ്യത എത്തിയാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണേ. എന്നിട്ട് അള്ളാഹ് പറയാണ് വമൻ കഫറ ദാലിക്, ആരെങ്കിലും നിഷേധം കാണിച്ചാൽ. ഹജ്ജ് പറഞ്ഞ ഉടനെ പറഞ്ഞത് ആരെങ്കിലും നിഷേധിച്ചാൽ എന്നാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു എന്ത് പറഞ്ഞത്? ഹജ്ജ് കഴിവുണ്ടായാലും ചെയ്യാത്തവൻ മുസ്ലിം അല്ല. ഇത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിഷയത്തെ എടുക്കുക. എന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ഉംറയെ പറ്റിയാണ് ഹജ്ജിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും ഏത് കർമ്മങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക. അവസാനത്തെ ആയത്ത്, തൊട്ട് മുമ്പിലത്തെ ആയത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്നായി ചെലവഴിക്കുക. നന്നായിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു റിയാല് കൊടുത്താലും അത് നമ്മൾക്ക് എന്ത് ചെയ്യില്ല, വെറുതെ ആകൂല. നന്നായിട്ട് കൊടുത്തോ, അള്ളാഹ് തരികയുള്ളൂ. അള്ളാഹ്ക്ക് കൊടുത്താൽ അള്ളാഹ് തരികയുള്ളൂ, അല്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയില്ല, തോന്നിവാസത്തിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും, അത് നമ്മളെ പിടിക്കും. അതുപോലെ തന്നെ ഏത് സമയത്താണെങ്കിലും, ഹറമിൻ്റെ അടുത്താണെങ്കിലും, പവിത്രമാക്കപ്പെട്ട മാസത്തിലാണെങ്കിലും ശത്രു വന്ന് ആക്രമിക്കുകയാണെങ്കിൽ ഇസ്ലാം നമ്മൾക്ക് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ എന്ത് നൽകുന്നു? അനുവാദം നൽകുന്നു. അവർ പിരിയുന്നത് വരെ മാത്രം, അവർ ചെയ്തതുപോലെ ചെയ്യാൻ മാത്രം, അതിര് വിടാൻ പാടില്ല. അള്ളാഹ് എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. ഏത് വിഷയവും നന്മയായി ചെയ്യണം. അള്ളാഹു തആല ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ അബദ്ധങ്ങളും കുറ്റങ്ങളും ഗഫൂറും റഹീമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.